അസ്സലാമലൈക്കും. ഞാനിന്ന് ഇവിടെ നമുക്ക് കുറച്ച് വിരുന്നുകാർ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ തോന്നുന്നത്. അപ്പോൾ എൻ്റെ മരുമക്കളുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. അവരെ ഒരു സൽക്കാരമാണ്. അതിനു വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. 1.5 കിലോ ചിക്കൻ വെച്ചിട്ട് 1 കിലോ അരിയും വെച്ചിട്ട് ഞാനൊരു മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകളാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 2.5 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാഗി ക്യൂബ് 3 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 2 പീസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എനിക്ക് കുറവാ തോന്നിയത് ഞാൻ വീണ്ടും 1 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് നമുക്ക് പുക മന്തിയാണ്. അതുപോലെ ഞാൻ ഇതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോ ഇട്ടതാണിത്. എന്നാലും നമുക്കൊരു ഗസ്റ്റ് വന്നപ്പോൾ ഈ മന്തിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റുമാണ് ഈ മന്തി. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായ മന്തി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അനുസരിച്ച് വേണം നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഞാനൊരു 3 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പിന്നെ മാഗി ക്യൂബിൻ്റെയും ഒക്കെ ഒരു മസാല ഈ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല രുചി തന്നെയുണ്ട് കേട്ടോ അത് കഴിക്കാൻ. 3.5 ടീസ്പൂൺ ഞാനിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ഉണ്ടായാൽ തന്നെ നമുക്കതിലേക്ക് വേറെ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല എരിവും അതുപോലെ നല്ല രുചി തന്നെ ഉണ്ടാവും. അപ്പോൾ 3.5 ടീസ്പൂൺ ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 3-4 കായ് ഏലക്കായും പട്ടയും പൂവും അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഉണക്ക ചെറുനാരങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പട്ട ഒരു 3 പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോൻ്റെയും കൂടി ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. കുറേശ്ശെയായിട്ട് ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കുറേ ചിക്കൻ ഉള്ളതാണ്ട് മാഗി ക്യൂബത്തെ ഉപ്പ് മാത്രം നമുക്ക് അതിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ മാഗി ക്യൂബൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ചിക്കൻ ഇട്ട് ഇളക്കി കൊടുക്കാൻ. നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. എല്ലാ ഭാഗത്തും ഈ മസാലയാക്കി കുഴച്ച് തിരുമ്മി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്നിൽ തട്ടാതെ വെച്ച് കൊടുക്കണം. അതുപോലെ സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം ഈ ചിക്കൻ വേവാനും നമ്മുടെ ചോറിലേക്കും ഉള്ള സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്തായാലും ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് എന്തായാലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതേപോലെ ഉണക്ക ചെറുനാരങ്ങ ഇട്ട് ഞാൻ അരി തിളപ്പിച്ചൂറ്റാൻ വെച്ചിരുന്നു. അടുപ്പിൽ തീ കത്തിച്ചിട്ട് വിറക് കത്തിച്ചിട്ട് കേട്ടോ. ഇത് തിളപ്പിച്ചൂറ്റിയിട്ടുണ്ട്. അത് എല്ലാം ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് മഞ്ഞൾ വെള്ളം നമുക്ക് കലക്കി വെച്ചിരുന്നു, മഞ്ഞൾപ്പൊടി പച്ചവെള്ളത്തിൽ. അത് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് പകർന്നു കൊടുത്താൽ നമുക്ക് അത് 2 വീതം ചോറായിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ കുറച്ച് പുകയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുകയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചാൽ ഒരു അരമണിക്കൂറോടെ വെച്ച് കൊടുത്താൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് പുകയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് ഒരു പാത്രത്തിൽ കണലിട്ട് കൊടുത്തിട്ട് കരിയുടെ തീ കണലിട്ട് കൊടുത്ത് ഞാൻ എല്ലാ അടുപ്പിലാണ് വേവിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് കുറച്ച് കമീറ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. കമീറ റൊട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷെഫ് ഹസീന എന്നടിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലെ അമീറന്മാർ കഴിക്കുന്ന കമീറ റൊട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് കാണാം വീഡിയോ. അതുപോലെ ബട്ടൂര ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രുചികരമായ കമീറ റൊട്ടിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പിന്നെ ചിക്കൻ കറിയിലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ചിക്കൻ കുറുമയാണ് കേട്ടോ. 1.5 കിലോ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ കുറുമ ആണ് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കുറുമയൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നല്ലപോലെ മുരിച്ചെടുത്ത് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു 2.5 കിലോ ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ റെഡിയായി, അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫുഡും നമുക്ക് അടിപൊളിയാക്കി ഉണ്ടാക്കണം. നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടെ അവരെ തിരിച്ചയക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോഴൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാണല്ലോ, സന്തോഷത്തോടെ നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്താൽ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു സൽക്കാരമാണ് ഇത് കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടൂരൊക്കെ ഉണ്ടാക്കി നമ്മുടെ ബട്ടൂരൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ബട്ടൂരയുടെ റെസിപ്പി നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ
ഷെഫ് ഹസീന നടിച്ചു കൊടുത്താൽ കിട്ടും ഭട്ടൂര. നല്ല അടിപൊളി സോഫ്റ്റായ ഭട്ടൂരയാണ് കേട്ടോ. നമുക്ക് തൈരും പാലും പിന്നെ ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല പാലിൽ കുഴച്ചെടുത്ത ഭട്ടൂരയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡിയായി. നമ്മൾ കുറച്ച് നൂൽ പൊറാട്ട കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ കുറച്ച് എന്താ പറയുക ചിക്കൻ പിന്നെ എന്താ പറയുക സ്പൈസി അൽഫാം കുറച്ച് കൊടുന്നു. നമുക്കെല്ലാം പാടെ ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വിരുന്നുകാരെയൊക്കെ സൽക്കരിച്ച് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവരെയും വീഡിയോ എടുക്കാത്തത് നമുക്ക് ആരും വീഡിയോയിൽ ഇതുവരെ ഞങ്ങളാരും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് മടിയായിട്ടാണ് വീഡിയോയിൽ ആളുകളുടെ ഫോട്ടോ ഒന്നും ഇതിലിടാത്തത്. ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാ ഫുഡും എടുത്ത് വെച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. രാത്രിയായിരുന്നു സൽക്കാരം. അപ്പോൾ നമ്മുടെ മരുമക്കളും ഒക്കെ പോവുകയാണ് വിദേശത്തേക്ക്. അപ്പോൾ അവരൊക്കെ വന്ന് പിന്നെ അവരൊക്കെ ഉമ്മി ബാപ്പയൊക്കെ വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ സൽക്കരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാ വീണ്ടും വരാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.